ഒരു പൈനാപ്പിൾ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായി 2 സ്പൂൺ ശർക്കരപ്പൊടിയിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് അതിനെ നന്നായിട്ട് തിളപ്പിച്ച് ആദ്യം തന്നെ നമുക്ക് മാറ്റി വെക്കണം. ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുത്ത് 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ആദ്യം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കൂടെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വഴറ്റിയെടുക്കുകയല്ല, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അച്ചാർ എത്ര നാളിരുന്നാലും ഒരു കേടും വരാതെ നമുക്ക് വെക്കാം. ഇപ്പോൾ ഞാനത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നമുക്ക് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ശർക്കര വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായി ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഒന്ന് കുറുകി വരുന്ന പരുവമാകുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളും ഈന്തപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വേവിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പോഴേക്ക് ഇനി നമുക്കൊരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2 ടീസ്പൂണോളം വിനാഗിരി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അച്ചാർ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കുപ്പിയിലേക്ക് മാറ്റിയാൽ മതി. ഞാനിപ്പോൾ ഒരു കുപ്പിയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊരു 6 മാസം വരെ പുറത്തിരുന്നാലും ഒട്ടും കേടാവുകയോ പൂപ്പൽ വരികയോ ഒന്നും ചെയ്യത്തില്ല. നല്ലൊരു അച്ചാറാണ്. മധുരമൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ, പൈനാപ്പിളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.